ഹായ് നമസ്കാരം. നമുക്കിന്ന് കനകധാര സ്തോത്രത്തെ പറ്റി കേൾക്കാം. കനകധാര സ്തോത്രം ആദ്യമായി രചിച്ചത് ശ്രീ ശങ്കരാചാര്യരാണ്. അദ്ദേഹം സംസ്കൃതത്തിലാണ് ഇത് രചിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വലിയൊരു ഐതിഹ്യമുണ്ട്. ഇദ്ദേഹം ബാലകനായിരുന്ന സമയത്ത് തീർത്ഥാടനത്തിന് പോകുമ്പോൾ ഇദ്ദേഹത്തിന് വിശക്കാണ്. അപ്പോൾ ഒരു വീട്ടിൽ ചെന്നിട്ട് ആഹാരം വേണമെന്ന് ചോദിക്കുന്നു. അപ്പം ആ വീട്ടുകാർ വളരെ ദരിദ്രരാണ്. അവരുടെ വീട്ടിലൊന്നുമില്ല, ഭക്ഷണ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ അമ്മ വിചാരിച്ചു, ഒരു ബ്രാഹ്മണ ബാലകനല്ലേ ഭക്ഷണം ചോദിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ആകെ ഉണ്ടായിരുന്ന നെല്ലിക്ക എടുത്തുകൊണ്ട് വന്ന് ഈ കുട്ടിയെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് ശങ്കരാചാര്യർക്ക് വിഷമം തോന്നി. കാരണം ആകെ ഉണ്ടായിരുന്ന നെല്ലിക്ക് തനിക്ക് തന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അവിടെ നിന്ന് കനകധാര സ്തോത്രം ചൊല്ലുകയാണ്. ഇത് കേട്ട് മഹാലക്ഷ്മി പ്രീതിപ്പെട്ട് ആ വീട്ടിലേക്ക് സ്വർണ്ണ നെല്ലിക്ക മഴ പെയ്യിച്ചു എന്നാണ് വിശ്വാസം. അപ്പം കനകധാര സ്തോത്രത്തിന് അത്രയും ശക്തിയുണ്ട്. അപ്പം നമ്മൾ ദിവസത്തിൽ രാവിലെ അല്ലെങ്കിൽ ഈവനിങ് എപ്പോഴെങ്കിലും ഈ കനകധാര സ്തോത്രം ചൊല്ലുമ്പോൾ അത്രയും ഐശ്വര്യം നമ്മുടെ വീട്ടിലേക്ക് വരും. ഒത്തിരി ദാരിദ്ര്യത്തിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇത് ചൊല്ലുന്നതിനോടൊപ്പം നമുക്ക് സമ്പത്ത് ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.